ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യോഗ ഫോർ കംപ്ലീറ്റ് ഹെൽത്ത്. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. യോഗയെക്കുറിച്ചും വ്യായാമങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കാൻ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെയാണ് അതിൻ്റെ ശരിയായ രീതികൾ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. യോഗ മാത്രമല്ല, നമ്മൾ എക്സസൈസുകൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങൾ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾക്ക് യോഗ എങ്ങനെ ആരംഭിക്കണം, പല യോഗ ഗ്രൂപ്പുകൾ, അത് എങ്ങനെ ഫസ്റ്റ് നമ്മൾ ഹൗ ടു സ്റ്റാർട്ട് ഇൻ ഫസ്റ്റ് സ്റ്റേജ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. യോഗ സ്റ്റാർട്ട് ചെയ്യുന്ന അവൻ്റെ ബെഡിൽ നിന്നാണ്. എപ്പോഴാണ് അവൻ്റെ ബെഡ്, വെൻ യു വേക്ക് അപ്പ് യു വിൽ സ്റ്റാർട്ടിങ് യുവർ യോഗ ബൈ ടു താങ്കിങ് ഗോഡ്, ബിക്കോസ് ദേ ആർ ഗിവൺ അസ് ടു എ ഗുഡ് നൈസ് ഡേ. നല്ലൊരു ദിവസം തന്ന പ്രപഞ്ചനാഥന് സ്തുതി ഓതിയിട്ട് വേണം നമ്മൾ ഒരു ദിവസം യോഗ തുടങ്ങേണ്ടത്. അതിനുശേഷം മലശോധനാദി കർമ്മങ്ങൾ നിർവഹിച്ച് ശരീരം ശുദ്ധി വരുത്തി നല്ല ഉന്മേഷം വീണ്ടെടുത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിഞ്ഞ വയറ്റിൽ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് രീതി. യോഗ ചെയ്യാൻ ഇതുപോലെ തുറസ്സായ നല്ല വായുസഞ്ചാരവും വെളിച്ചമുള്ള സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വീടിൻ്റെ മട്ടുപ്പാലാം, ഇതുപോലെ പാർക്കുകളാകാം, ഒക്കെ ചെയ്യാം. അതുപോലെ അയഞ്ഞ വസ്ത്രങ്ങൾ, എപ്പോഴും യോഗ ചെയ്യാൻ കാറ്റ് ശരിക്കും ശരീരത്തിൽ ഓടുന്ന അയഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ്. സൂര്യാസ്തമയത്തിന് മുമ്പ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഒഴിഞ്ഞ വരാണ് അഭികാമ്യം. ഇനി അത് കഴിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരങ്ങൾ സന്ധ്യാസമയങ്ങളിലൊക്കെ തിരഞ്ഞെടുക്കാം. അതുപോലെ ഭക്ഷണം കഴിഞ്ഞ ശേഷം ഏറ്റവും ചുരുങ്ങി 3 മണിക്കൂർ ശേഷമേ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ വയറൊന്ന് ഒഴിഞ്ഞു കിട്ടും, ഈ രീതി. അതുപോലെ കുട്ടികൾക്ക് ചെയ്യാം, വൃദ്ധന്മാർക്ക് ചെയ്യാം, യുവാക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ എക്സർസൈസുകൾ യോഗയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റും നമ്മൾ ചെയ്യേണ്ടത്, യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ വ്യായാമം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് സാധാരണ യോഗ ഈ വാം ഡൗണിൽ തുടങ്ങുന്നതാണ്. കാര്യമായിട്ടൊരു പ്രീ എക്സർസൈസ് യോഗക്കില്ല. അതിന് പകരമായിട്ട് രാവിലെ നമ്മൾ കൈയിൻ്റെ ജോയിൻസൊക്കെ ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് റൺ അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുക. അപ്പോൾ ബോഡി ശരിക്കും ഹീറ്റായി നമ്മൾ ബോഡി ഒരു എക്സസൈസിന് തയ്യാറായി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇഞ്ചുറീസിൽ നിന്ന് നിങ്ങളുടെ ബോഡി പെയിൻ അത് തടയുകയും ചെയ്യും. കാരണം കാലിൽ ലിഗ്മെൻറ്റ്സ് ഒരുപാട് വളയാനും ബെൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ലിഗ്മെൻറ്റ്സിനൊക്കെ വരുന്ന തകരാറുകൾ അല്ലെങ്കിൽ വരുന്ന ഈ പരിക്കുകളെ അത് തടയാൻ എന്ത് ചെയ്യും, ഈ ഫ്രീ ആയിട്ടുള്ള ഈ എക്സസൈസ് നമ്മൾ സഹായിക്കും. പിന്നെ യോഗ എപ്പോഴും ഇതുപോലെ ഒരു മാറ്റ് നിർബന്ധമാണ്. വെറും നിലത്ത് നല്ലത് ഇത് മാറ്റോ ബെഡ്ഷീറ്റോ ഉള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ യോഗ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ അതിരാവിലെ യോഗ മൊത്തത്തിൽ പ്രാണായാമത്തിൽ അധിഷ്ഠിതമാണ് യോഗ. പിന്നെ യോഗ ഒരു അവിചാരിതമായിട്ട് നമുക്ക് യോഗ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ അതുകൊണ്ട് യാതൊരു ദൂഷ്യവും ശരീരത്തിന് സംഭവിക്കുന്നതല്ല. എല്ലാവർക്കും, അതായത് ഫുട്ബോൾ കളിക്കുന്നവർക്കും ഭാരോദ്വഹനം ചെയ്യുന്നവർക്കും മറ്റ് സ്പോർട്സിലിടുന്നവർക്കൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്യാം. കാരണം അത് അവരുടെ എബിലിറ്റി, പ്രത്യേകിച്ച് മാർഷൽ ആർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ എബിലിറ്റി വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഏകാഗ്രതയും കിട്ടും അവരുടെ പ്രവർത്തികളിൽ. അപ്പോൾ ഇത്രയും യോഗയെക്കുറിച്ച് പ്രാഥമികമായിട്ട് പറയുന്നത്. പിന്നെ യോഗ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്ത് ശവാസനം ചെയ്ത് റെസ്റ്റ് എടുത്ത് പൂർണ്ണമായും വിയർപ്പ് വറ്റിയതിന് ശേഷം കുളിക്കാൻ ശ്രദ്ധിക്കുക. കാരണം യോഗ തുടക്കക്കാരെ സംബന്ധിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് വിയർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വിയർപ്പൊന്ന് ഉണങ്ങിയതിന് ശേഷം കുളിക്കുക. അപ്പോൾ പിന്നെ സ്വാത്വികമായ ഭക്ഷണം നമ്മൾ ശീലിക്കുക. സസ്യാഹാരമാണ് പ്രിഫർ ചെയ്യുന്നതിന് കൂടിയിട്ട് മാംസാഹാരം കഴിക്കുന്നവർക്കും ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും ഒരുപോലെ ആക്റ്റീവ് പറ്റിയ ഒരു വ്യായാമ പദ്ധതിയാണ് യോഗ. ഓക്കെ, അടുത്ത എപ്പിസോഡുകൾ ഞാൻ കൂടുതൽ കാര്യം വിശദീകരിക്കാം. താങ്ക് യു.